വിവാഹം 8 വിധത്തിൽ ഉണ്ട്. ആ 8 വിധത്തിലുള്ള വിവാഹങ്ങളെക്കുറിച്ച് എവിടെയാണ് പറയുന്നത് എന്ന് നിങ്ങൾക്ക് അറിയാമോ? അതിനെക്കുറിച്ച് വ്യക്തമായി പ്രതിപാദിക്കുന്നത് പുരാണങ്ങളിലാണ്. ആ 8 തരം വിവാഹങ്ങൾ എന്തൊക്കെയാണ് എന്ന് അറിഞ്ഞിരിക്കുന്നത് വളരെ നല്ലതായിരിക്കും. ആ 8 തരം വിവാഹങ്ങളെക്കുറിച്ചാണ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത്. എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ആ 8 തരം വിവാഹങ്ങളെക്കുറിച്ച് ഞാൻ പറയാം. ബ്രാഹ്മം, ദൈവം, ആർഷം, പ്രാജപത്യം, ഗാന്ധർവം, ആസുരം, രാക്ഷസം, പൈശാചം എന്നിവയാണ് ആദ്യകാല വിവാഹങ്ങൾ. ഇന്നത്തേതിൽ നിന്നും വളരെ വ്യത്യസ്തമായിരുന്നു എന്ന് കേൾക്കുമ്പോൾ തന്നെ അതിന് ഒരു കൗതുകമുണ്ട്. അന്ന് പുരുഷൻ സ്ത്രീകൾക്കാണ് പണം നൽകേണ്ടിയിരുന്നത്. ഈ സമ്പ്രദായം സ്ത്രീധനം എന്ന് അറിയപ്പെട്ടു തുടങ്ങി. എന്നാൽ ഈ പദം പിൽക്കാലത്ത് സ്ത്രീകൾ പുരുഷന് നൽകേണ്ട പണമായി മാറി. വിവാഹം എന്നത് കേവലം ഒരാണും പെണ്ണും തമ്മിലുള്ള ഒരു ഉടമ്പടിയാണോ? അല്ല, മറിച്ച് അത് രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള പരസ്പര ബന്ധവും കൂടിയാണ് എന്ന് ഇന്നത്തെ തലമുറ അറിയാതെ പോകുന്നു. അവർ അറിഞ്ഞിരിക്കേണ്ട ഒരുപാട് സത്യങ്ങൾ ഉണ്ട്. ആ സത്യങ്ങളിലേക്കാണ് ഞാൻ ഇന്ന് ഈ പണ്ട് നടന്ന വിവാഹങ്ങളിലൂടെ നിങ്ങളെ കൊണ്ടുപോകുന്നത്. ഇന്ന് വിവാഹം നടന്നതിന് ശേഷമായിരിക്കും രണ്ട് വീട്ടുകാർ പോലും കാര്യം അറിയുന്നത്. എന്നാൽ അന്ന് അങ്ങനെയായിരുന്നില്ല. അതിന് വ്യക്തമായ ഒരു നിയമം ഉണ്ടായിരുന്നു. നമുക്ക് 8 വിധത്തിലുള്ള ആ വിവാഹങ്ങൾ ഏതൊക്കെയാണ് എന്ന് നോക്കിയാലോ. അതിൽ ആദ്യത്തേതാണ് ബ്രാഹ്മം. പിതാവ് പുത്രിയെ പ്രതിഫലം വാങ്ങാതെ ഉദകസഹിതം ബ്രഹ്മചാരിക്ക് കൊടുക്കുന്നതിനെയാണ് ബ്രാഹ്മം എന്ന് പറയുന്നത്. രണ്ടാമത്തത് ദൈവം. പിതാവ് പുത്രിയെ യാഗസമയത്ത് പുരോഹിതന് നൽകുന്നതിനെയാണ് ദൈവം എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ ആർഷം. പുത്രിയെ നൽകി വരനിൽ നിന്നും പിതാവ് പശുവിനെയോ കാളയെയോ വാങ്ങിക്കുന്നതിനെ ആർഷം എന്ന് പറയുന്നു. നാലാമത്തെ വിവാഹം പ്രാജപത്യമാണ്. പിതാവ് തൻ്റെ പുത്രിയെ അനുഗ്രഹിച്ച് വരന് നൽകുന്നതാണ് പ്രാജപത്യം എന്ന് പറയുന്നത്. വിവാഹങ്ങളിൽ അഞ്ചാമത്തേതാണ് ഗാന്ധർവം. ആരോടും ചോദിക്കാതെയോ പറയാതെയോ കാമുകി കാമുകന്മാർ നടത്തുന്ന രഹസ്യ വിവാഹത്തിന് പറയുന്ന പേരാണ് ഗാന്ധർവം. അടുത്തത് ആസുരം. പുരുഷൻ പിതാവിൽ നിന്ന് കന്യകയെ പണം അല്ലെങ്കിൽ വിലപിടിപ്പുള്ള വസ്തുക്കൾ നൽകി വിലയ്ക്ക് വാങ്ങുന്നതിനെ ആസുരം എന്ന് പറയുന്നു. അടുത്തത് രാക്ഷസമാണ്. സ്ത്രീകളെ അവരുടെ ഇഷ്ടമില്ലാതെ ബലാത്കാരമായി അപഹരിക്കുന്നതിനെ രാക്ഷസം എന്ന് പറയുന്നു. അടുത്തത് പൈശാചികമാണ്. സ്ത്രീകൾ ബോധമില്ലാതിരിക്കുകയോ അല്ലെങ്കിൽ മറ്റ് അവസ്ഥകളിൽ ഉഴലുകയോ ഉറങ്ങുകയോ ചെയ്യുന്ന സമയത്ത് അവളെ ബലാത്കാരമായി ഭാര്യയാക്കുന്നതിനെ പൈശാചികം എന്ന് പറയുന്നു. ഇത്രയുമാണ് 8 തരത്തിലുള്ള ആ വിവാഹങ്ങൾ. ഇതിൽ രാക്ഷസം, പൈശാചികം എന്നീ വിവാഹങ്ങൾ ധർമ്മത്തിനും നീതിക്കും യശസ്സിനും ആത്മാഭിമാനത്തിനും വ്യക്തിത്വത്തിനും നിരക്കുന്നതല്ല. അതുകൊണ്ട് ഇത് നടത്തുന്നതേ ശരിയല്ല എന്ന് നമുക്ക് ഇപ്പോൾ മനസ്സിലായി കാണുമല്ലോ. ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ഒരുവിധം അറിവ് കിട്ടിക്കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യുക.